സാർ ഫോൺ. ലോകം സാർ പറയും. എങ്ങടാ ഇരിക്കാ പൈത്തിയോ? നോർത്തിലേക്കൊരു യാത്ര ഇന്നലെ പുറപ്പെട്ടു. ആ ഒഫീഷ്യലാ അൺഒഫീഷ്യലാ? അങ്ങനെ ചോദിച്ചാ 1 month ലീവിലാണ്. പിന്നൊരു കേസിന്റെ ലീഡ് തപ്പിയുള്ള പോക്ക. എന്നിട്ട് കിട്ടിയോ ലീഡ് വല്ലതും? നോട്ട് യെറ്റ്. പക്ഷേ അതും തപ്പി പോയ വഴിക്ക് നമ്മുടെ ആ പുതുക്കാവ് കൂട്ടക്കൊല കേസില്ലേ, അതിലെ പ്രതിയെ ഞാനങ്ങ് പോക്കി. ഏയ് സെൻസിറ്റീവായ കേസാടാ, സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണേ പ്രതിയെ. ആ ഹാൻഡ് കഫ്, ഗണ്ണ്, ഇതൊക്കെ സെറ്റാ. അതൊക്കെ ഇവിടെ സാർ എന്താണാവോ ഇപ്പം എന്നെ വിളിക്കാൻ കാര്യം? എടാ നിനക്കൊരു ക്രിസ്റ്റി അറിയോ? ആ ക്രിസ്റ്റി പോൾ. അപ്പം ശാലിനിയുടെ കാര്യം അന്വേഷിച്ചുള്ള വിളിയാണ്. മനസ്സിലായി. മോളിനെ ഏമാമാർ വിളിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനന്ന് കേസൊന്നും ചാർജ് ചെയ്തില്ലായിരുന്നു. പിന്നെ നീ ഉപദേശിച്ചു വിട്ടു? ചെറിയ തോതിൽ. കയ്യോ കാലോ? അവന്റെ കരണത്ത്. എടാ നിന്റെ ആ കൊച്ചിന്റെ ഡീറ്റെയിൽസ് വല്ലതും ഉണ്ടെങ്കിൽ അയക്കും. കോണ്ടാക്ട് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഞാനൊരു കാര്യം ചെയ്യാം, ഒന്ന് നോക്കിയിട്ട് നിനക്ക് വാട്സാപ്പിൽ അയച്ചേക്കാം. ഓക്കെടാ, ശരി. പണ്ടത്തെ ആ ഇഷ്യൂന് ശേഷം ശാലിനി പിന്നെ ക്രിസ്റ്റിയെ കണ്ടിട്ടില്ലേ? ശ്രീമാസന്റെ കല്യാണമാണ് സാർ. ഡോണ്ട് വറി, ഈ വിഷയത്തിൽ തനിക്കൊരു ഇഷ്യൂ ഉണ്ടാവില്ല. പറഞ്ഞോളൂ. അന്നത്തെ ആ ഇഷ്യൂന് ശേഷം ഒരു തവണ ക്രിസ്റ്റി എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല സാർ. എപ്പോഴാ? ഒരു 2 വർഷമേ കാണുമായിരിക്കും. പിന്നീട് ഒരു കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല? ഇല്ല സാർ. സാർ സാർ അന്ന് ഞങ്ങൾ ബ്രേക്കപ്പ് ആയ ടൈമിൽ ഞാൻ ദേഷ്യം മൂത്ത് അവനെതിരെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. വിക്ടർ സാർ പറഞ്ഞ ശേഷമാണ് ഞാനത് റിമൂവ് ആക്കിയത്. ആ പോസ്റ്റ് കണ്ട് ക്രിസ്റ്റിയായിട്ട് അഫെയറിലാണെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജസ് വന്നിരുന്നു. ഓ, ആരായിരുന്നു മെസ്സേജ് അയച്ചത്? ആളുടെ പേര് ഓർമ്മയുണ്ടോ? സാർ അത് ഒരാളുടെ മെസ്സേജ് ആയിരുന്നില്ല, പിന്നെ പലരുണ്ടായിരുന്നു. He was having an affair with many women. ജീവൻ സർ അവന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ മുഴുവൻ ആക്സസ് ചെയ്ത് സർ ഇപ്പൊ അവനുമായിട്ട് ആരെങ്കിലും അഫയറിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പറയണം. ശരി സർ. ഓക്കെ. ഓക്കെ സർ. എന്നാൽ ശാലിനി പോയിക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും. താങ്ക് യു സർ. രാജ ഒരു സിഗരറ്റ് തന്നെ. ആ എന്നിട്ട് അത് ശരി. ആ മനസ്സിലായി. ആ ഉവ്വ ഉവ്വ. ആ ആ ഓക്കെ സാർ. 2 അപ്ഡേഷനാണുള്ളത്. എനിത്തിങ് യൂസ്ഫുൾ? സാർ, ഒന്ന് ക്രിസ്റ്റിയുടെ ഭാര്യയുടെ കാര്യം. അവൾ ഇവിടുന്ന് ടാക്സി പിടിച്ച് രാവിലെ കോയമ്പത്തൂർ പോയി. ഓക്കെ. ഏതാണ്ട്
ക്രിസ്റ്റി വീട്ടിൽ നിന്ന് ഇറങ്ങിയ അതേ സമയം. ശരി. ഓട്ടം പോയ ടാക്സിയുടെ സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്. ഓക്കെ. ദെൻ അവിടുന്ന് കോലാലംപൂർ ബൈ ഫ്ലൈറ്റ്. സോ ഷീസ് നോ ലോങ്ങർ ഇൻ ഇന്ത്യ. അതെ സാർ. എന്താ സെക്കൻഡ് അപ്ഡേറ്റ്? സാർ, ക്രിസ്റ്റിയുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്തതിൽ ബ്രേക്ക് ത്രൂ ഉണ്ട്. അവൻ ഒന്നല്ല, ഭാര്യയെ കൂടാതെ വേറെ 2 റിലേഷൻഷിപ്പ് കൂടിയുണ്ട്. ബെസ്റ്റ്. ആരൊക്കെയാണ്? ഒന്ന് അവൻ്റെ ഒരു കസിൻ തന്നെയാണ്, ഹെലൻ. ഞങ്ങളന്ന് അവൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടതാ. And the second one? ഏതോ കീർത്തി. ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. ഫോട്ടോ ഉൾപ്പെടെ അരമണിക്കൂറിനുള്ളിൽ സാറിന് വാട്സപ്പിൽ മെസ്സേജ് വരും. ഇവനിത് എത്രനാടോ? അതെ സാറേ, നമുക്കൊന്നും ഒരെണ്ണം പോലും ഇല്ല. അതല്ല ഉദ്ദേശിച്ചത്. സാർ, എന്താടോ? ഹെലൻ വന്നിട്ടുണ്ട് സാറേ. സാർ, ഹെലൻ വന്നിട്ടുണ്ട്. ഞാൻ കേട്ടു, പൊട്ടനല്ല. വരാൻ പറയും. ഓക്കെ സാർ. സാറേ, എന്നാ ഹെലനെ ഒന്ന് കണ്ടാലോ? ഹെലൻ, ക്രിസ്റ്റിയെ കാണാനാണ് നീ ബീച്ചിൽ ചെന്നത്. എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത്? ഞാനോ? എനിക്കറിയില്ല, ഞാൻ ക്രിസ്റ്റി പോയിട്ടില്ല. ബീച്ചിലുണ്ടായിരുന്ന അതേ സമയം നിന്റെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ സെയിം ആയിരുന്നു. സർ, ഞാൻ അപ്പൊ നീ അവിടെ ചെന്നിട്ടുണ്ട്, അവനെ കണ്ടിട്ടുണ്ട്. Then why are you lying? ഹെലൻ, നിങ്ങളുടെ ചാറ്റ്സും സെൽഫീസും ഓൾറെഡി ഞങ്ങൾ ക്രിസ്റ്റിയുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നീ അവൻ്റെ കെട്ടോളെ പേടിച്ചിട്ടാണ് പറയാതിരിക്കുന്നത്. അതങ്ങ് വിട്ടേരെ. അവൾ രാജ്യം വിട്ട് സമയം കുറയായി. അവൻ്റെ മരണവാർത്ത അറിയിക്കാൻ പോലും അവൾ സ്ഥലത്തുണ്ടായിരുന്നില്ല. നീ പറഞ്ഞോ ഹെലൻ, നീ എന്തിനാ ക്രിസ്റ്റിയെ? സർ, ഞാൻ ക്രിസ്റ്റിയെ കാണാൻ വേണ്ടി തന്നെയാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കണ്ടത് അപ്പൊ നീ അവിടെ കണ്ടത് 2 പേരെയാണ്. അതെ സർ. ഇവരിലാര്? ഹരി, ഞാനാ സാറേ, ഞാനാ ചെയ്തത്.